18 വയസ്സിനകത്തുള്ള ഒരു കുട്ടിയല്ല അവൾ കേട്ടോ. അപ്പോൾ അവൾക്ക് 22 വയസ്സായി, അവൾക്ക് സ്വാതന്ത്ര്യം വേണം, ഫ്രീഡം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളുടെ ഇഷ്ടത്തിനായിട്ട് അവൾ ഉമ്മച്ചിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പം ഇപ്പം അവരുടെ കാര്യത്തിലോ ആരുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ വിളിച്ചാൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ വരില്ല. എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും വിളിക്കാൻ പറ്റത്തില്ലല്ലോ, വാട്സപ്പെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വിളിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോൾ എന്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ, അതായത് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മോൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മളെ ജീവിതത്തിലുള്ള ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ കുറേ പേരൊക്കെ അങ്ങുഞ്ഞൊക്കെ ഓരോരോ കമൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പോയിട്ട് വൈകിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഓട്ടോയിൽ വെച്ച് മീനും പച്ചക്കറി ഇതെല്ലാം മേടിച്ച് കൊണ്ടുവരുമ്പോൾ റോഡിൽ കാണാം അവിടെ ഇരുന്ന് ഇതെല്ലാം എന്തൊന്നുമില്ല കാഴ്ച കാണാൻ ആൾക്കാർ വന്നിരിക്കുമല്ലോ, അതേപോലെ ഈ കൊച്ചു മുമ്പോട്ടും പിറക്കോട്ടും പോകുന്നതും ഈ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഈ ഒരു കൊച്ചിയെ കിടന്ന് കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീട് ഇന്ന് ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത്. ആ ഒരു മോൾ ഇന്ന് പഠിച്ച് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം കുറേ കഷ്ടപ്പാട് ഈ കൊച്ചിൻ്റെതാണ് കേട്ടോ. അവൻ കിടന്ന് അത്രത്തോളം, കാരണം അവൻ്റെ പഠിത്തവും അവൻ്റെ സന്തോഷവും അവൻ്റെ കൂട്ടുകാരും കാരണം ഈ പറഞ്ഞ കണക്ക് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് 22 വയസ്സായി, എനിക്ക് സ്വാതന്ത്ര്യം വേണം, കാരണം എനിക്കെന്തോ പറയാനായിട്ട് എനിക്ക് ഫ്രീഡം വേണം. അപ്പം കൂട്ടുകാരെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, അല്ലെങ്കിൽ പിന്നെ അവർക്ക് സിനിമയ്ക്ക് പോവുക. ഇപ്പോഴത്തെ പിള്ളേരാണല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചില സമയത്ത് എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ കാണത്തില്ല, എനിക്ക് കൊച്ചു കൊണ്ട് തരണതായിരിക്കും, എനിക്ക് അവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ എടുത്ത് അങ്ങനെയുള്ള ചില സംഭവങ്ങൾക്കൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അവൾക്ക് പൈസ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്, അച്ഛൻ കൊടുക്കുന്നുണ്ട്, പോരാത്തതിന് ഉമ്മച്ചിമ്മ കൊടുക്കുന്നുണ്ട്. ഉമ്മച്ചിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് എൻ്റെ കെട്ടിയവൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന് അപ്പോൾ വന്നപ്പോഴത്തേക്ക് അവൾക്ക് കാരണം ഞാൻ പിന്നെ നമ്മൾ കൊടുക്കുന്നത് പോരാ, അവൾക്ക് സ്വാതന്ത്ര്യം വേണം, ഫ്രീഡം വേണം, എനിക്ക് 22 വയസ്സായി, എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ അവൾ തുറന്ന് പറയുകയും ചെയ്ത് നിരന്തരമായിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നെ അതിലങ്ങ് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുമല്ലോ നമ്മൾ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പറ്റില്ല. പക്ഷെ തെറ്റായ രീതിയിലോ കാര്യങ്ങളോ ഒന്നും ആ കൊച്ചിക്ക് പോയിട്ടില്ല ഇന്ന് വരെ. അങ്ങനെ ഒരു സംഭവമേ ഒന്നും നമ്മളെ ലൈഫിൽ ഇല്ല കേട്ടോ. അവൾക്ക് അങ്ങനെ ഒന്നും ഇല്ല. അവൾ നല്ലൊരു മോള് തന്നെയാണ്, പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് ഒരു ഈഗോ പ്രശ്നത്തിൻ്റെ പേരിൽ, കാരണം ഇവ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുകയും പോവുകയും വരെയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക, മക്കളെ പിന്നെ നീ കുറച്ച് നേരം ഇരിക്കുക, അല്ലെങ്കിൽ മക്കളെ കുറച്ച് നേരം കിടക്ക്, നീ അത് ചെയ്യുക, അല്ലെങ്കിൽ എടുക്കുക. ഇവളിവിടെ ഉണ്ട്, അവൾ കഴിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. ഇവയില്ല പോയിട്ട് കാല് വേദന ഇടിച്ച് തുടയൊക്കെ ഉണ്ടല്ലോ, ഈ 2 തുട നടന്ന് തുട പൊട്ടും. കൊച്ചിൻ്റെ തുട രണ്ടും പൊട്ടി ബ്ലഡ് വരുന്ന രീതിയിൽ തുട പൊട്ടി ഒരഞ്ഞ് വാരി വരുമ്പോൾ ഞാൻ പറയും മക്കളെ എണ്ണ ഇട്, അല്ലെങ്കിൽ പൗഡർ എന്തെങ്കിലും ഇട് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഓയിൽമെൻറ്റൊക്കെ മേടിച്ചിട്ട് കൊടുക്കും. കാരണം നാളെ ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോഴത്തേക്ക് നമ്മൾ അവൻ്റെ അടുത്ത് ഞാൻ പറയും മക്കളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ പിന്നെ എന്തിനാണ് ഒരു കെയറിങ് നമ്മൾ കൊടുക്കുമല്ലോ. അത് ഞാൻ അവനെ ഇങ്ങനെ കെയർ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എവളെ വിചാരം എന്തിനാണ്, അവളുടെ അടുത്ത് എനിക്ക് സ്നേഹം ഇല്ല എന്ന്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക അവൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പിന്നെ കാണിക്കുന്നത്, അപ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് സ്നേഹമുള്ളൂ, ഇവളുടെ അടുത്ത് സ്നേഹമില്ല. അപ്പോൾ അത് ഒരു ഈഗോ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇപ്പം പോയിരിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് സ്വാതന്ത്ര്യം വേണം, ഫ്രീഡം വേണം, എന്നെ എങ്ങും വിടുന്നില്ല, കൂട്ടുകാരെ കൂടെ വിടുന്നില്ല, ഉത്സവത്തിന് വിടുന്നില്ല, അവിടെ വിടുന്നില്ല, ഇവിടെ വിടുന്നില്ല എന്നുള്ള പരാതി കാര്യങ്ങൾ കേട്ട് മടുത്തപ്പോഴത്തേക്ക് അത് ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പോകാൻ പറ്റത്തില്ല, അങ്ങനെ കാരണം വേറെ ഒരു ഇതൊന്നും അല്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഇതൊന്നും പറ്റത്തില്ല, അപ്പം നമ്മൾ 3 പേരല്ലേ ജീവിക്കുന്നത്, നമുക്ക് നിനക്ക് എവിടെയെങ്കിലും പോകണം ഞാൻ കൊണ്ടുപോകാം നമുക്ക്. അപ്പോൾ അങ്ങനെ അല്ല, പിന്നെ നിങ്ങളൊക്കെ പഴയ ആൾക്കാരാണ്, പഴയ ആൾക്കാരുടെ ജീവിതവും രീതിയും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ അങ്ങനെ അല്ല, ഇപ്പോഴത്തെ ഇതാണ് എന്ന് പറഞ്ഞ് കുറേ സംസാരം കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അവളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഉമ്മച്ചിമ്മയെ കാണണം, ഉമ്മച്ചിമ്മയായിട്ട് മിണ്ടണം, സംസാരിക്കണം. ഈ ഉമ്മച്ചിമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ, ആ ഒരു വ്യക്തി വിചാരിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇന്ന് ഇവിടെ കൊണ്ടൊന്ന് എത്തിച്ച് തന്നത് കേട്ടോ. അതിലെനിക്ക് അവരുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം അവർ മരിച്ചാൽ പോലും ആ വീട്ടിൽ ഞാൻ കയറത്തുമില്ല കേട്ടോ. അത് ഞാൻ പറയാമല്ലോ, എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്, എൻ്റെ ഉമ്മച്ചി മരണപ്പെട്ടാൽ പോലും ആ വീട്ടിൻ്റെ പടി ഞാൻ കയറില്ല. അതുപോലെ തന്നെ എൻ്റെ ലൈഫ് ഇന്ന് ഇത്രയും ആക്കി തന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മരണം വരെ മരിച്ച് എന്നെ ആ ഒരു ഇതിൽ കൊണ്ട് വയ്ക്കുമല്ലോ, അതുവരെ എൻ്റെ ഇത് മായൂലേട്ടാ. അത്രത്തോളം എനിക്ക് പുണ്യം എൻ്റെ അമ്മച്ചി ചെയ്ത് തന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം അങ്ങ് കഴിഞ്ഞ് ഇപ്പം മോള് പോയി ഉമ്മച്ചിയുടെ കൂടെയാണ് താമസിക്കുന്നത്. ജീവിക്കട്ടെ, അവൾക്ക് വീട് കൊടുക്കാം, പിന്നെ അത് കൊടുക്കാം ഇത് കൊടുക്കാം, അവർ എന്തൊക്കെയോ മലമറിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അത്രയും അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് മോഹ വാഗ്ദാനങ്ങൾ നമ്മൾ ഒരാൾക്ക് കൊടുത്ത് ഒരാളെ നമ്മൾ കൂടെ എപ്പോഴും ഫോൺ വിളിക്കുക, സംസാരിക്കുക, അവൾക്ക് കുറേ മോഹ വാഗ്ദാനങ്ങൾ നമ്മൾ ഒരാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് തോന്നും ഇവിടെ ഒന്നും ഇല്ലല്ലോ, അവരിങ്ങനെയാണല്ലോ ജീവിക്കുന്നത്, അപ്പോൾ ഇങ്ങനെയാണല്ലോ, എനിക്കിനി ഇവിടെ നിന്നിട്ടൊരു വലിയ കാര്യമൊന്നുമില്ല, എനിക്കിനി ഒന്നും കിട്ടാനൊന്നും ഇല്ല,
ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എനിക്കും എൻ്റെ ജീവിതം നോക്കണം, എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഇപ്പോഴത്തെ മക്കളാണ്, ചിലർക്ക് അത് വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നി ആ ഒരു തോന്നലിൻ്റെ പേരിൽ എന്തായാലും ഇവിടുന്ന് പോയിട്ടുണ്ട്. എൻ്റെ ഇഷ്ടത്തോട് കൂടിയല്ല, പിന്നെ നിയമപരമായിട്ടാണ് പോയിരിക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ, കാരണം അച്ഛൻ ഈ ഒരു സ്വഭാവമാണ്. ഇപ്പം ഉമ്മച്ചിയുടെ കാര്യം പറയുകയാണെങ്കിലും അവരിങ്ങനെ പിന്നെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഞാനായിട്ട് നല്ല രീതിയിലല്ല സംസാരിച്ച കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അവരുടെ കൂടെ പോകുമ്പോഴത്തേക്ക് നാളെ ഒരു സമയത്ത് ഉമ്മച്ചിയുടെ കൂടെ നിൽക്കുമ്പോൾ നാളെ ഒരു സമയത്ത് ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞാൽ ഉമ്മച്ചിയുടെ കൂടെയോ അല്ലെങ്കിൽ അവളെ ലൈഫിൽ പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്ക്, കാരണം എനിക്കൊരു കുറ്റം വരരുത്, എനിക്ക് അതിൻ്റെ പിറകെ പ്രശ്നത്തിന് പിന്നാലെ പോകാൻ പറ്റാത്തത് കൊണ്ടും വയ്യാത്തത് കൊണ്ട് നിയമപരമായിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ നിയമപരമായിട്ട് തന്നെയാണ് എഴുതി വെച്ച് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഈ ഡിഗ്രി ഇതുവരെ ഞാൻ പഠിപ്പിച്ച്, കാരണം സ്കൂളിൽ കൊണ്ടാക്കുക, വിളിച്ചുകൊണ്ട് വരിക, ട്യൂട്ടറിൽ കൊണ്ടാക്കുക, വിളിച്ചുകൊണ്ട് വരിക, പിന്നെ അവൾക്ക് എന്തൊക്കെ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ പഠിപ്പിച്ച്, പിന്നെ അതുപോലെ തന്നെ ഡാൻസിൻ്റെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെയുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ സബ് ജില്ലയിലും കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുപോയി ഞാൻ എത്രത്തോളം അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം എൻ്റെ മോൾ ഒരിക്കലും മറക്കൂല. കാരണം അവൾക്കത് മറക്കാം. കാരണം നമ്മൾ ഒരിക്കലും എന്നെ സംബന്ധിച്ച് എനിക്കൊരാളൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലോ എനിക്കൊരാൾ എന്തെങ്കിലും ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ മറക്കൂല കേട്ടോ. അതെൻ്റെ മനസ്സിനകത്ത് എപ്പോഴും കാണാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോള് മറക്കാൻ ഒരിക്കലും ഒരു വഴിയില്ല. കാരണം എൻ്റെ അമ്മച്ചി പിന്നെ ഒരു 10 പൈസ അവർ ചിലവാക്കില്ല. 10 രൂപ തന്നിട്ടുണ്ടെങ്കിൽ അവർ 20 രൂപയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പണ്ട് ഞാനൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പണ്ട് കാരണം ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ സ്കൂൾ അടച്ച് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ ജോലി സ്ഥലത്ത് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കും. അതേ വ്യക്തി തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പം എൻ്റെ മോള് പോയതിന് ശേഷം അവർ പറയുന്നത് എന്തിനാണ്, മോള് പോയതിന് ശേഷം ഞാൻ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നു, അടിച്ച് പൊളിച്ച് നടക്കുന്നു. ഇപ്പോൾ കെട്ടിയവനും ഇല്ല മോളും ഇല്ലാത്തതിനെ കൊണ്ട് അഴിച്ചു വിട്ട രീതിയിൽ തോന്നിയ കണക്ക് നടക്കുന്നെന്നാണ് അവർ പറയുന്നത്. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എൻ്റെ ലൈഫിൽ ഇപ്പം നടന്ന കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. ഒരു പെണ്ണ് ഒരു ഭൂമിയിൽ അനുഭവിക്കേണ്ട അങ്ങ് അറ്റം ഞാൻ അനുഭവിച്ചു. ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഒരു ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ താമസിക്കുക, ഒരു കുടുംബമായിട്ട് താമസിക്കുക. ഇപ്പം അമ്മാവിയും മരുമകൾ ഫാമിലിയായിട്ട് താമസിക്കുന്ന ചില വീടുകളിൽ സെപ്പറേറ്റൊക്കെ വേവിക്കുക എടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരു വീട്ടിലൊന്ന് ആലോചിച്ച് നോക്കേ. അതൊക്കെ അടുത്ത സമയത്തുണ്ടായ സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്തതിനെ കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളായത്. അപ്പം ഞാൻ എങ്ങനെ വീഡിയോ ഇടും? എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, എനിക്കൊരു വരുമാനം കിട്ടുന്നില്ല. എൻ്റെ യൂട്യൂബിൽ നിന്നായാലും എനിക്ക് ഫേസ്ബുക്കിൽ നിന്നായാലും എനിക്ക് വരുമാനം കിട്ടാത്ത നിലയിൽ പോയെന്ന് വെച്ചാൽ എൻ്റെ ഈ വീട്ടിനകത്ത് ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നടന്നതിനെ കൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. നിങ്ങളെല്ലാവരും ചോദിക്കും, ഷർണ നിൻ്റെ മുഖത്ത് എന്ത് വിഷമം, അല്ലെങ്കിൽ നിനക്ക് എന്ത് പറ്റി, നീ എന്തൊരു ചിന്തിക്കുന്നു, നീ എന്തരാണ് നിൻ്റെ ലൈഫിൽ, നീ ഒന്ന് തുറന്ന് പറ എന്ന് പറയും കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നും തുറന്ന് പറയണ്ട, അങ്ങ് പോട്ട്, അവരൊക്കെ ജീവിക്കട്ടെ എന്ന് വിചാരിക്കും. ഇപ്പോഴും ഞാൻ അവരെ വിട്ടേക്കുവാണ്. കാരണം ഇപ്പം ഈ നിമിഷത്തിലാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മക്കളെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, എൻ്റെ വീട്ടുകാരെ കൊണ്ടുവന്നിട്ടില്ല, ആരെയും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇറങ്ങിപ്പോയൊരു വ്യക്തി അല്ല. എന്നെ അവരായിട്ട് തന്നെയാണ് പിടിച്ചു കൊടുത്തത്, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി തന്നു. ഇനി കാരണം കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും കുറിച്ച് ചിന്തിക്കാനോ എടുക്കാനോ അതിൻ്റെ പിന്നാലെ പോകാനൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം അവരൊക്കെ ജീവിക്കട്ടെ, അവരുടെയൊക്കെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. പക്ഷേ എനിക്ക് ഇനി എൻ്റെ ലൈഫിൽ എനിക്കിനി ഈ ഒരു കൊച്ചു കിടക്കുന്ന അവനെ ഒന്ന് സേഫ് ആക്കാം. എൻ്റെ ഈ ഒരു ജീവിതം എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ മോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം എന്നെ ബ്ലോക്ക് ചെയ്ത് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, എന്നെ ബ്ലോക്ക് ചെയ്ത്. പക്ഷേ നിങ്ങളാരും കമൻറ്റ് ഇട്ട് ആ ഒരു കൊച്ചിനെ ഇതിൽ വന്നിട്ട് നിങ്ങളാരും ദയവ് ഇതൊന്നും പറയില്ല കേട്ടോ. കാരണം ആ ഒരു മെസ്സേജ് വായിക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൊടിയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. പിന്നെ എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, എൻ്റെ മോൾ കാരണം നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാം നമ്മൾ ആരൊക്കെയായിട്ടാണ് വന്നത്, ആരൊക്കെ ഉണ്ട്, നമ്മൾ എന്തൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ നിലവിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഈ വീഡിയോ ചെയ്യാത്ത ആൾക്കാരുടെ വീഡിയോകളിൽ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ അറിയുന്നില്ല, കാണുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ വീഡിയോകളിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്, സ്വാഭാവികം. പക്ഷേ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക്, കാരണം നമുക്കത് ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നതാണ് കേട്ടോ. പറയാതെ മൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും എന്തോ വേറെന്തോ സംഭവമുണ്ട്, വേറെന്തോ കാര്യമുണ്ട്, മറ്റതാണ് മറിച്ചതാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കും. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും എനിക്കൊരു തുറന്ന് പറച്ചിൽ എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്, എനിക്കറിയാം, ഒത്തിരി അധികം ലെങ്ത് ആയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് ക്ഷമിക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്കിത് പറയാതെ വേറെ ഒരു നിവൃത്തി എനിക്കില്ലാത്തതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞത്. പല ദിവസമായിട്ട് ഞാനിത് പറയണമെന്ന് വിചാരിച്ച് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ച കാര്യമാണ്. പക്ഷേ ഇന്ന് എനിക്ക് പറയേണ്ടി വന്നത് എന്നെ ഇപ്പോഴും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഇപ്പം മോള് അവളുടെ ഇഷ്ടത്തിന് പോയി, കാരണം ഉമ്മച്ചിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പോയി, പിന്നെ കെട്ടിയവനും പോയി. എന്നിട്ട് നമ്മളെ ജീവിക്കാൻ വിടുന്നില്ല. കാരണം നേരം അവർ നോക്കുമ്പോൾ എന്താണെന്നറിയോ, നേരം ഈ വീട്ടിൽ ചെയ്യുന്ന ഈ വീഡിയോ അവർ പറഞ്ഞതിനാണ് ഞാൻ വീഡിയോ ഇട്ട് പണം ഉണ്ടാക്കുന്നത്. എനിക്ക് വീഡിയോ ഇട്ടാൽ എനിക്ക് ഇതൊന്നും എന്തെങ്കിലും കിട്ടും. ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ലാതെ വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാവരും വീഡിയോ ചെയ്യുന്നു. ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവരും എന്തിനാണ്? അവർക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടല്ല. 10 പൈസ അതൊന്ന് കിട്ടുമ്പോഴത്തേക്ക് നമുക്കതൊരു വരുമാനമായിട്ട് മാറാം. അപ്പം നമുക്ക് നാളെ നമുക്കതിന് വീഡിയോ ചെയ്യണം എന്ന് നമുക്കൊരു തോന്നലുണ്ടാകും. അപ്പം നമുക്ക് വീട്ടിലിരിക്കുന്ന സാധാരണക്കാർക്ക്, നമ്മളെ പോലുള്ളവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇത് നല്ല ഒരു ഉപകാരമുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ഈ ഒരു വരുമാനം കിട്ടുന്ന. ഇപ്പം ഞാൻ ഈ ഒരു യൂട്യൂബിൽ പിന്നെ എൻ്റെ മോളിൻ്റെ അടുത്ത് പറഞ്ഞ് യൂട്യൂബ് ചാനൽ നിർത്തണമെന്ന് ലാസ്റ്റ് ഇപ്പം ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തണം എന്നുള്ള ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്തൊക്കെ വന്നാലും ശരി തന്നെ. കാരണം ആ മരിക്കേണ്ട സാഹചര്യത്തിൽ ആ ഒരു മരണത്തിൻ്റെ വക്കിൽ നിന്ന സമയത്ത് നമ്മൾ ചെറുതാണ്. ആ ഒരു സമയത്ത് അവളും കൂടെ പറഞ്ഞ് എടുത്താണ് നമ്മൾ ഈ ഒരു ചാനൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും കൊണ്ടുവന്ന് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം നിങ്ങളെല്ലാവരും നമ്മളെ സഹായിച്ച് നമ്മൾ ജീവിച്ച് ഇവിടം വരെ എത്തിയിട്ട് നമ്മളെന്തോന്നും ഒറ്റ നിമിഷം കൊണ്ട് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഈ ഒരു ചാനൽ നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റില്ല. അത് ഞാൻ എൻ്റെ മോളടുത്ത് ഞാൻ പറഞ്ഞ് ഈ ചാനൽ ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും നിർത്താൻ പറ്റില്ല. എൻ്റെ അമ്മച്ചീൻ്റെ അടുത്ത് പറഞ്ഞ് ചാനൽ നിർത്തണമെന്ന് അവർ എപ്പോഴും അവർ പറയുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ്, സോഷ്യൽ മീഡിയയിൽ വന്ന് ഇനി ഞാൻ എന്തെങ്കിലും എടുക്കുന്നത്, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ആരെയും ഇവിടെ ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല. എൻ്റെ അമ്മച്ചിനെയും കൊണ്ടുവരുന്നില്ല, എൻ്റെ കെട്ടിയനെയും കൊണ്ടുവരുന്നില്ല, എൻ്റെ മോളെയും കൊണ്ടുവരുന്നില്ല. എൻ്റെ ലൈഫിൽ സംഭവിച്ച, ഞാൻ ഈ വാടകയ്ക്ക് താമസിച്ച ആ ടൈം മുതലുള്ള കാര്യമാണ് ഇതുവരെയുള്ള കാര്യം ഞാൻ അനുഭവിച്ചത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ എന്തുമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഒരു കെട്ടിയൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ, ഒരു ഉമ്മച്ചിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ, ഒരു കൊച്ചു കിടന്ന് കഷ്ടപ്പെടുന്നത് അങ്ങനെ, ഒരു മോള് ഒരു വശത്ത് ഇങ്ങനെ, ഇതിൻ്റെ അടുക്ക് ഇതെല്ലാം വന്ന് ചേരുന്നത് എല്ലാവരുടെ പ്രശ്നങ്ങളും എൻ്റെ അടുത്ത്. പോരാത്തന്നെ എന്തെന്ന് പറയാൻ ആവശ്യമില്ലാത്ത കുറച്ച് പ്രശ്നങ്ങളോട് തലയിൽ വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നും അല്ല കേട്ടോ. ചിലർക്കൊക്കെ എന്തെങ്കിലും ഫാമിലി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളോ വിഷമങ്ങളോ സങ്കടങ്ങളോ വന്ന് അവരെന്തെങ്കിലും മരണത്തിൻ്റെ വക്കിൽ നിൽക്കണമെങ്കിൽ അതും എടുത്തങ്ങ് വെക്കും. അപ്പം ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ അനുഭവിച്ച് വരുന്നത്. അപ്പം ഞാൻ വിചാരിക്കും പാവമല്ലേ, അവരെങ്ങനെയും ജീവിക്കട്ടെ, എൻ്റെ ഉള്ളത് കൊടുക്കുക, എന്തെങ്കിലും ചെയ്ത് അവർ നിൽക്കട്ടെ. പക്ഷേ ആ വ്യക്തികളെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. അത് ഞാൻ ഒരിക്കലും കൊണ്ടുവരത്തുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 25 വർഷമായിട്ട് ഒരു പെണ്ണിനെ, ഒരു 2 കൊച്ചുങ്ങളുടെയും കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നതിലൊരു ഓഹരി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കുന്നുണ്ട്. 25 വർഷം, അതെ, ഒരു 25 വർഷത്തിൽ എനിക്ക് തോന്നുന്നു 25 വർഷത്തിൽ ഇപ്പോൾ കൂട്ടി നോക്കുകയാണെങ്കിൽ എൻ്റെ മോന് ഇപ്പോൾ അമ്പാടിക്ക് നമുക്ക് 19 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് കറക്റ്റ് അവരുടെ കാര്യങ്ങൾ മുമ്പൊക്കെ ഈ 25 വർഷത്തിൽ ഹെൽപ്പും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് എനിക്ക് അവരെ കൂടെ എൻ്റെ വീട്ടിൽ എൻ്റെ താമസമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനൊന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. കാരണം അവർ ജീവിക്കട്ടെ, കാരണം മരിക്കുകയൊന്നും വേണ്ട, കാരണം മക്കൾ കിടക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ ജീവിക്കട്ടെ, ജീവിച്ചിരുന്നാൽ മതി. എനിക്ക് അത്രയേ ഉള്ളൂ. എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്, എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പും കാര്യങ്ങളും സഹായങ്ങളും ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ. അത് കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആ ഒരു പെണ്ണിനെ മരണത്തിൻ്റെ വക്കിൽ വലിച്ചെറിയാനായിട്ട് എനിക്ക് തോന്നിയില്ല. മരണത്തിൻ്റെ വക്കിലായിരുന്നു, പെരുവഴിയിലായിരുന്നു, അതിന് ചേർത്ത് വെച്ച് അതിനൊരു ജീവിതം റെഡിയാക്കി. അതിൻ്റെ ജീവിതം എന്ന് പറയാൻ ഇങ്ങനെ എന്തെന്ന് പറഞ്ഞിട്ട് ജോലിക്ക് നിന്ന് മക്കളുടെ നോക്കി അവരുടെ കാര്യങ്ങൾ അത് അവർ കൊണ്ടുപോക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അവരുടേതായിട്ടുള്ള ഇതിന് വിട്ടിട്ടുണ്ട്. ഇപ്പം അവർക്ക് ജോലിയെല്ലാം ശരിയാക്കി എല്ലാം റെഡിയാക്കി കൊടുത്തു, എല്ലാം ശരിയായി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് വരുന്ന ഒരാളിനെ ഒരിക്കലും ഞാൻ തഴഞ്ഞു കളയെടുക്കുക ഒന്നുമില്ല. അപ്പം ഞാൻ കുറേ അനുഭവിച്ച്, ഇനി അനുഭവിക്കാൻ എനിക്കൊന്നുമില്ല. ഇനി നാളെ എൻ്റെ ലൈഫിൽ എന്താണ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ഈ കൊച്ചിക്ക് ഇവിടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്ന് അപ്പോഴും ഇത്തിരി ഒന്ന് ലേറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കും മക്കളെ എവിടെ എത്തി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ, എന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഈ കൊച്ചു ചെറുക്കനാണെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ എന്നെ വിളിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവളും എന്നെ വിളിക്കും, സംസാരിക്കും, എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എവിടെ എത്തി, എന്തരായി എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടുകാരെടുത്ത് വിളിച്ച് ചോദിക്കും. അപ്പോൾ കൂട്ടുകാരെ വിളിക്കരുത്, പിന്നെ എന്നെ കൂട്ടുകാരെ വിളിച്ച് ചോദിക്കേണ്ട കാര്യം ആരെയും വിളിക്കേണ്ട, ഞാൻ ഇങ്ങ് വരൂല്ല, എനിക്ക് 22 വയസ്സായില്ല, എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല, എനിക്ക് ഫ്രീഡം ഇല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ നിരന്തരം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനും അവളും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ആയത് കേട്ടോ.
അപ്പോൾ എനിക്ക് ഇന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആത്മഹത്യ ചെയ്യാനും വയ്യ, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒന്നിനും എനിക്ക് വയ്യ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാരണം അവരൊക്കെ ജീവിക്കട്ടെ, അവർക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യാതെ പോകുന്നത് ഈ ഒരു കൊച്ചി എന്നെ വിശ്വസിച്ചാണ് അവൻ ജീവിക്കുന്നത്. കാരണം അവളെ ഇന്ന് ചേർത്ത് നിർത്താൻ അച്ഛനുണ്ട്, ഉമ്മച്ചിയുണ്ട്, അവൾക്ക് കാരണം ഒന്നുമല്ലല്ലോ അവർക്ക് കൊടുക്കും എടുക്കും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവൻ ആര് കൊടുക്കും? അവൻ്റെ ലൈഫേ അവൻ മാറ്റി വെച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ എനിക്കൊന്ന് സേഫ് ആക്കാം, അതുവരെയെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ മോളുടെ അടുത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വരും. പക്ഷെ ഞാൻ മരണപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ കൂടെ നിൽക്കുന്നവർ പോലും എൻ്റെ ജഡം പോലും കാണിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ മരിച്ച് കിടക്കുന്നത് എൻ്റെ വീട്ടുകാരെ കാണിക്കില്ല, എൻ്റെ ഉമ്മച്ചീനെ, എൻ്റെ കെട്ടിയനെ, എൻ്റെ മോളെയും കാണിക്കരുത്. കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോൾക്ക് അവൾക്ക് തെറ്റും പിന്നെ ശരി എല്ലാം ഒന്ന് മനസ്സിലാക്കി, ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് അവൾ മനസ്സിലാക്കി അവൾക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവൾക്ക് തിരിച്ചു വരാം. പക്ഷെ സമയം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. പക്ഷെ ഇപ്പം മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാം. പക്ഷെ നാളെ ഒരു സമയത്ത് എനിക്കെന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മരണം കാണാൻ, മരിച്ച് കിടക്കുന്ന എൻ്റെ മരണം കാണാൻ വേണ്ടിയിട്ട് ആരും വരരുത്. കാരണം എൻ്റെ കൊച്ചല്ലാതെ വേറെ ആരും വരരുത്. ആ വീട്ടിലുള്ള ആ ഒരു ഫാമിലിയിലുള്ള ആരുമല്ല. എനിക്ക് സ്വന്തക്കാരില്ല, ബന്ധുക്കളില്ല, എനിക്ക് ആരുമില്ല. ഉള്ള കാര്യം നിങ്ങൾ തുറന്ന് പറയാലോ. ഒരു ഓണം വന്നാലോ, ഒരു പെരുന്നാൾ വന്നാലോ, ഒരു ക്രിസ്മസ് വന്നാലോ, ഒരു എന്ത് വിശേഷ ദിവസം വന്നാലും ഈ വീട്ടിൽ കയറി വരാനും ആരുമില്ല, എനിക്ക് കയറി പോകാനും എനിക്കൊരാളും ഇല്ല. എൻ്റെ ലൈഫേ ഇങ്ങനെ ആക്കി തന്നത് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കി തന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത്രയും ഞാൻ നിങ്ങളുടെ തുറന്ന് പറയണം. ചിലർക്ക് തോന്നും ഷംന എന്തിനും ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തിനുള്ളത് ഇങ്ങനെ വന്ന് പറഞ്ഞെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ഈ തെറ്റിദ്ധാരണ എല്ലാം മാറ്റിയിട്ട് എനിക്കിനി ജീവിച്ചേ പറ്റൂ. എനിക്ക് എൻ്റെ സാധാരണ രീതിയിലുള്ള എൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. എനിക്ക് ഇങ്ങനെ എന്തെന്ന് പറയാനായിട്ട് എനിക്ക് ഉള്ളിനകത്തെല്ലാം മറച്ച് വെച്ച് ഇവരെല്ലാവരും കാണിച്ച വേലകളെല്ലാം അങ്ങോട്ട് മറച്ച് വെച്ച് അവരെല്ലാം സേഫാക്കി വെച്ചിട്ട് ഞാൻ എന്തിനു ജീവിക്കുന്നു? എൻ്റെ കെട്ടിയോനെ സേഫാക്കി വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും നേടാനായിട്ടുണ്ട്? എൻ്റെ മോനെ പിന്നെ എൻ്റെ ഉമ്മച്ചിനെ സേഫാക്കി വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും നേടാനായിട്ടുണ്ട്? എൻ്റെ മോളിപ്പോൾ പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇതെല്ലാം അവരെല്ലാവരും മാറ്റി വെച്ചിട്ട് ഈ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എന്തെന്ന് പറഞ്ഞ് ജീവിക്കുക? ഈ ഒരു മോന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ജീവിക്കുന്നത്. എന്തിനു വേണ്ടി? ഈ ഒരു മോന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അവന് വേണ്ടിയിട്ട് മാത്രം. കാരണം ഞാനില്ലെങ്കിൽ അവൻ ആരും ഇല്ല. അതെനിക്ക് നന്നായിട്ട് എനിക്കറിയാം. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവൻ ആരും ഇല്ല. അവൻ അനാഥനായിട്ട് പോവും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിച്ചിരുന്നേ പറ്റും, എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ജീവിച്ചേ പറ്റൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സമനില തെറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യൂലായിരുന്നു. വീഡിയോ ചെയ്യണമെന്ന് ഒട്ടും വിചാരിച്ചിട്ടല്ല ഇന്ന്. കാരണം ഇന്ന് കൊച്ചു ഇവിടെ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞത്. കാരണം എന്തോ എനിക്കറിയില്ല, ഭ്രാന്തെടുത്ത് അങ്ങേറ്റ അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഉറക്കഗുളിക കഴിച്ച് പിന്നെ കിടക്കേണ്ട അവസ്ഥ. ഉറക്കഗുളിക കഴിച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റും. അങ്ങനെയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എന്തെല്ലാം ഡിപ്രഷനിലൂടെയാണ് കടന്നു പോയത്. ചെവുത്തയില്ല, പിച്ചും പേയും പറയുക. പിന്നെ കൊച്ചു വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കറിയില്ല. വേവിച്ചാൽ കഴിക്കാൻ വയ്യ, വേവിക്കാൻ വയ്യ, മടി, വീട്ടിനകത്ത് കിടത്ത, വേവിച്ചാൽ ആര് കഴിക്കുക, ആർക്ക് വേണ്ടി വേവിക്കണം, എന്തിനു വേണ്ടിയിട്ട് വയ്ക്കണം, ആർക്ക് വേണ്ടി? ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്? നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആർക്ക് വേണ്ടി ജീവിച്ചു? നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരാങ്ങണ്ടൊന്നും ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നുണ്ട്, എന്തോന്ന് പിന്നെ എന്തോന്ന് ബോറടിപ്പിക്കുന്നു, എന്തോന്നാ പറഞ്ഞും കൊണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നവരാണെങ്കിൽ കാണണ്ട, ബോറടിക്കുന്നുണ്ടെങ്കിൽ കാണണ്ട. ബോറടി ഇല്ലാതെ എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക എന്നേ പറയുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം. ഇപ്പം എൻ്റെ നിലവിൽ എനിക്ക് ജീവിച്ചേ പറ്റൂ. കാരണം ആ ഒരു കൊച്ചു കിടക്കുന്നു, അവന് വേണ്ടിയിട്ട് ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെയും തെറ്റുകാരാക്കാനോ ഒന്നിനും വേണ്ടിയിട്ടില്ല. ഇന്നൊരു വീഡിയോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു തുറന്ന് പറച്ചിൽ വേണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് തുറന്ന് പറഞ്ഞ് പറ്റൂ. ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങേ അറ്റം മനസ്സിനകത്ത് വലിയ ഒരു ഭാരം എടുത്ത് വെച്ച് അങ്ങ് തകർന്ന് അതങ്ങ് പൊട്ടിക്കഴിഞ്ഞ് തീർന്ന് ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകണമെന്ന് വെച്ചാൽ അത്രയും ഞാൻ അനുഭവിച്ചതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ചെയ്യത്തില്ല. ഈ റൂമിനകത്ത് എനിക്ക് കരഞ്ഞ് കിടന്ന് എനിക്ക് വയ്യ. എൻ്റെ കണ്ണുനീര് തോരുന്നില്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും ഞാൻ പൊയ്ക്കൊണ്ടിരിക്കണം. പിന്നെ ഇപ്പം ആ ഒരു കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുത്തുകൊണ്ട് വന്ന് ഓർഡർ ചെയ്യുന്നു, കൊടുക്കുന്നു, എടുക്കുന്നു. അത് അയക്കാൻ വേണ്ടിയിട്ട് പോലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറയണ എന്തിനാണ്,
അങ്ങ് വീട്ടിൽ പറഞ്ഞു വിട്ട് മോളെ ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ഒരു ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ പോയേ പറ്റും. നമുക്ക് വേണ്ടിയിട്ട് ആരും പോകില്ല. ഈ പറയുന്നവരാരും നമുക്ക് വീട്ടിൽ കൊണ്ട് തരത്തില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ പോകുന്നുണ്ട്, പിന്നെ അതുപോലെ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നുണ്ട്, സാധനം തീർന്നു പോയാൽ അത് കൊണ്ടുവരാൻ പോകുന്നുണ്ട്, വീട്ടിലത്തേക്കുള്ള സാധനം മേടിക്കാൻ പോകണം. അപ്പോൾ ഏത് കാര്യത്തിനും ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പോകേണ്ട കാര്യത്തിന് ഈ വീട്ടിൽ വേറെ ആരുമില്ല. എനിക്ക് കെട്ടിയോനില്ല, മോളില്ല, എൻ്റെ ഉമ്മച്ചില്ല, എനിക്ക് ബന്ധുക്കളില്ല, എനിക്ക് ആരുമില്ല. ഈ മോനും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഈ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാണ്ട് നമുക്ക് വേണ്ടിയിട്ട് ആര് പോകും? ഞാൻ വിളിച്ച് പറയുമ്പോൾ ഈ റോഡിൽ കിടക്കുന്ന ആൾക്കാർ ഇത്രയും കൂടെ മേടിച്ച് എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ട് തരുമോ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് പറയുന്നത്. കാരണം ഞാൻ ഇന്നലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി താഴെ എത്തി കുറച്ചങ്ങോട്ട് കയറിപ്പോൾ ഒരാളിൻ്റെ അടുത്ത് ചോദിക്കണം, എന്നും ഇത് എവിടെ പോകുന്നത്? എന്നും കാണുന്നുണ്ടല്ലോ മിക്കുള്ള ദിവസം എന്നും ഇത് എവിടെയാണ് പോകുന്നത് എന്ന് ചോദിക്കണം. എന്നും ഡെയിലി അല്ല നമ്മൾ പോകുന്നെങ്കിൽ ഒന്നിക്കൊന്നിരാടെ 2-3 ദിവസം കൂടെ ആഴ്ച ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. അല്ലെങ്കിൽ തന്നെ എന്നും പോട്ടെ, നമ്മളെ ആവശ്യത്തിന് വേണ്ടി പോകുന്നത്. ഈ ജോലിക്ക് ആൾക്കാർ നേരം വെളുക്കുമ്പോഴത്തേക്ക് ജോലിക്ക് അവരുടെ തൊഴിലിന് വേണ്ടിയിട്ട്, അവരുടെ വീട് കഴിയാൻ വേണ്ടി, അവരുടെ മക്കളെ നോക്കാൻ വേണ്ടി നേരം വെളുത്ത് ജോലിക്ക് പോകുന്നു. ഈ കണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ കണ്ണിൽ നേരം വെളുക്കുമ്പോൾ അവൾ പോകുന്നു. കെട്ടിയനില്ലെങ്കിൽ അഴിച്ചു വിട്ടിരിക്കുന്നു, കെട്ടിയനില്ലെങ്കിൽ തോന്നിയ വഴിക്ക് നടക്കുന്നു. ഇതൊക്കെയാണ് ഇവരുടെ ചിന്ത. എന്തൊരാൾക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഈ മൈൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യേട്ടാ. നമ്മൾ ആരുടെ ഒരു കാര്യത്തിൽ ഗുണവും ഇല്ല ദോഷവും ഇല്ല. ഞാൻ ആരും ഒരു കാര്യത്തിന് ഇടപെടാൻ പോകത്തില്ല. ആരും ആവശ്യമില്ല. അതായത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലൊന്നും ഞാൻ ആരെയും കൊണ്ടുവന്ന് ഈ വീഡിയോയിൽ പോലും എൻ്റെ ഒരു ചാനലിൽ ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല. ആരെങ്കിലും അവിടെ നിൽക്കണമെങ്കിൽ അവരെ വീഡിയോ എടുത്ത് കൊണ്ടുവന്ന് ഇടുക, ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്. എന്തോന്ന് നമ്മൾ വേറെ എന്തെങ്കിലും പോകണമെന്ന് വെച്ചാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്, ഡെയിലി അവർ ചെയ്യുന്ന ഒരു ജോലിയാണ്. അവർ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ ആ ജോലി കഴിയുമ്പോൾ അവർ വിചാരിക്കും അവരും പോകുന്നത് ഇവർ ചെയ്യുന്ന ആ ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് എന്നാണ് ഇവരുടെയൊക്കെ മൈൻഡിൽ. അതിന് മാറ്റാൻ പറ്റത്തില്ല. കാരണം ആ ഒരു സാഹചര്യത്തിലൂടെ ജീവിച്ചും ആ സാഹചര്യത്തിൽ വർത്താനം പറഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് അത് മാത്രമേ തോന്നുള്ളൂ. അതിന് തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് പോസ്റ്റ് ഓഫീസിൽ സാധനം മേടിക്കണം, എല്ലാത്തിനും പോകുന്നു. മോൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ കൊച്ചു റോഡിൽ ഇരിക്കണമെങ്കിൽ അവൻ മേടിച്ചുകൊണ്ട് തരും. ഇല്ലെങ്കിൽ ഞാൻ പോയി ഈ തുണിയുടെ കാര്യങ്ങൾക്കാണെങ്കിലും അതിനൊക്കെ ഞാൻ പോയേ പറ്റും. പിന്നെ പലചരക്ക് സാധനം മേടിക്കും. ഇപ്പം സാധനം തീർന്നപ്പോൾ മോനാണ് പോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ പോകണ്ട, ഞാൻ പോയിട്ട് കൊച്ചെന്നെ പോയിട്ട് ബാക്കിയെല്ലാ സമയത്ത് ഞാൻ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അത് പോയി മേടിച്ചുകൊണ്ട് തന്നു. അപ്പം ഇത് ഏത് കാര്യത്തിന് എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയാലേ ഞങ്ങളെ വീട്ടിലെ കാര്യം നടക്കാം. അതല്ല ഇപ്പം എൻ്റെ മോൻ്റെ കാര്യങ്ങൾ നോക്കി ഞങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തന്ന് എൻ്റെ കാര്യങ്ങൾ നോക്കി, എൻ്റെ മോൻ്റെ കാര്യം നോക്കി ഞങ്ങളെ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മരണം വരെ ഞങ്ങൾക്ക് ഒന്നിനൊരു കുറവില്ലാതെ, ഒന്നിനൊരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങളെ നോക്കാൻ പറ്റുമോ ഈ പറയുന്ന വ്യക്തികൾക്ക്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങളിവിടെ ഇരിക്കാം, ഞങ്ങൾ എങ്ങും പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം. അതിനാർക്കും വയ്യ. അങ്ങനെ ഒന്നും ഇല്ല. കാരണം എങ്ങനെയെങ്കിലും നമ്മൾ പോകുന്നത് മുടക്കുക, അല്ലെങ്കിൽ നമ്മൾ ആക്ഷേപം പറയുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ തോന്നിയ ഈ എന്തെന്ന് പറഞ്ഞിട്ട് മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകൾ യൂസ് ചെയ്യും. മോശപ്പെട്ട വാക്കുകൾ യൂസ് ചെയ്താണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫോണിൽ മോശപ്പെട്ട രീതിയിൽ എന്നെ ഫോൺ വിളിച്ച് എന്നെ മോശമായ രീതിയിൽ പറഞ്ഞതിൻ്റെ പേരിലാണ് കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് വരെ ആർക്കെതിരെ ഒന്നിനും ഞാൻ പോയിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് ശരിയല്ല. കാരണം എന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ പ്രതികരിക്കും. കാരണം 2 കൈയും വിട്ട അവസ്ഥയാണ്. കാരണം എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെട്ട്, കെട്ടിയും പോയി, എല്ലാവരും പോയി, ഇനി ഒരു കൊച്ചു കിടക്കുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് ഞാൻ പ്രതികരിക്കും. ഇതുവരെ ഞാൻ പ്രതികരിച്ചില്ല, ഇപ്പം ഞാൻ പ്രതികരിക്കുന്നുണ്ട്. ക്ഷമിച്ച്, ഭൂമിയോളം ക്ഷമിച്ച്, ഇത്രയും കാലം എൻ്റെ ലൈഫിൽ ഞാൻ ക്ഷമിച്ചെന്ന് വെച്ചാൽ അങ്ങേയറ്റം ക്ഷമിച്ച്, ആ ക്ഷമയാണ് എൻ്റെ ലൈഫ് ഇന്ന് എൻ്റെ ജീവിതം ഇവിടം വരെയെങ്കിലും കൊണ്ടുവന്നത്. ഇല്ല, എനിക്ക് ക്ഷമയില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം ഇവിടം വരെ എത്തിക്കാനോ, ഈ മക്കളെ ഇവിടം വരെ പഠിപ്പിക്കാനോ, ഈ കൊച്ചുങ്ങളെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിക്കാനോ ഒന്നും പറ്റൂലായിരുന്നു. അവരും തോന്നിയ വഴിക്ക് അവരെ ഇഷ്ടങ്ങളൊക്കെ അവർ പോയിനായിരുന്നു. അവനും അവൻ്റെ തോന്നിയ വഴിക്ക് പോയിന്, അവളും അവളെ ഇഷ്ടത്തിനനുസരിച്ച് അവളെ തോന്നിയ വഴിക്ക് അവളും പോയിരുന്നു. പക്ഷേ ഈ 2 മക്കളും ചേർത്ത് പിടിച്ച് കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവർക്ക് ആ ഒരു പക്വത എത്തി അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, സ്വന്തമായിട്ട് എൻ്റെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ആയി ഇതുവരെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവൾക്ക് എൻ്റെ അടുത്ത് ഇപ്പോഴും തോന്നിയത് ഈ ഒരു ഈഗോ പ്രശ്നത്തിൻ്റെ പേരിലാണ് പോയിരിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, അവൾക്ക് 22 വയസ്സായിരുന്നു, സ്വാതന്ത്ര്യം വേണം, ഫ്രീഡം വേണം. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ പിള്ളേരുടെ കാര്യത്തിൽ നമുക്ക് ഇടപെട്ടുകൂടാ, അവരെ അടിച്ചുകൂടാ, വഴക്ക് പറഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെയാണ് നിയമത്തിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഒന്നിനും പോകുന്നില്ല. പിന്നെ എന്തെങ്കിലും തിരിച്ച് വരണം എന്ന് തോന്നിയാൽ എന്നെങ്കിലും ഇല്ല. പക്ഷേ എന്താണ്, ഒരുപാട് വൈകിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും ചില തീരുമാനങ്ങൾ എടുക്കും. അത്രയേ ഉള്ളൂ. ഞാനും ചില തീരുമാനങ്ങൾ എടുക്കും. ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഇനിയും തെറ്റ് തിരുത്തി പിന്നെ അത് മനസ്സിലാക്കി വരാനുള്ള ടൈം കുറച്ചും കൂടെ ഉണ്ട്. എൻ്റെ മനസ്സിൽ ഏകദേശം മൊത്തത്തിൽ ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചിലപ്പോൾ ഇനി കുറച്ചും കൂടെ ഉള്ളു ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇനി ഞാൻ ഒന്നും വേണ്ടാന്ന് ഞാനങ്ങ് വെക്കും.
പെറ്റ വയറിന് ഒരിക്കലും സ്വന്തം മക്കളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. മക്കളിനി എത്ര തെറ്റ് ചെയ്താലും കളയാൻ പറ്റത്തില്ല. പക്ഷെ അത് എൻ്റെ ഹൃദയത്തിനകത്തും എൻ്റെ വയറിലും എൻ്റെ നെഞ്ചിലും മനസ്സിലും എൻ്റെ ശരീരത്തിലും മൊത്തം എനിക്കുണ്ട്. പക്ഷേ എന്തോ ഞാൻ അങ്ങേ അറ്റം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചത്. സത്യം പറഞ്ഞ് ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഒരു കെട്ടിയുടെ ഭാഗത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു വീട്ടിനകത്ത് ഒരു വീട്ടിൽ കിടന്നുകൊണ്ട് എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന്. അവർ പോയതിന് ശേഷം ഈ പെരടത്തിൽ കിടന്ന കുപ്പി പറക്കലായിരുന്നു എൻ്റെ ജോലി. ഇവിടെ കിടന്ന കുപ്പികൾ കംപ്ലീറ്റ് പറക്കി കൂട്ടി എങ്ങനെ കൊടുക്കുക, ആർക്ക് കൊടുക്കുക, ആർക്കൊരു കറി എടുക്കില്ല. ഞാൻ എന്ത് ചെയ്യും? അവസാനം വാരിക്കൂട്ടി വെച്ചിട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ചേച്ചിയാർ വന്നപ്പോഴത്തേക്ക് ആ ചാക്കിൻ്റെ ഉള്ളിൽ വാരിയിട്ട് നിറച്ച് വീണ്ടും മെയ്തേക്കൂടെ കുറേ പ്ലാസ്റ്റിക് കവറുകളെല്ലാം കൂടെ വാരി നിറച്ച് വെച്ചിട്ടാണ്, നാണക്കേട് സഹിക്കാൻ വയ്യ, എന്നിട്ടാണ് വാരിക്കെട്ടി ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു വിട്ടത്. സത്യം പറയാമല്ലോ, അങ്ങനെയാണ് ഞാൻ ചെയ്തു വെച്ചത്. ഇപ്പം അതേ ഈ പരിസരത്ത് ഒരു കുപ്പിയാവട്ടെ ഒരു വേസ്റ്റ് ആവട്ടെ ഒരു സംഭവങ്ങളും ഇല്ല. എന്ത് ചെയ്യുമെന്ന് പറയാം. കാരണം ഇനി എനിക്ക് വയ്യ, എനിക്കിനി സഹിക്കാൻ വയ്യ, എനിക്കിനി ഒരു കുടിയൻ്റെ കൂടെ എനിക്കിനി ജീവിക്കാൻ വയ്യ. അവരവരെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അവർക്ക് ഫ്രീഡം ആയിട്ട് ജീവിക്കണം, കള്ള് കുടിക്കുക, അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് നടക്കുക, ജോലിക്ക് പോയാലായി പോയില്ലെങ്കിലായി, മതി, അങ്ങനെ ജീവിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കൊന്ന് തുറന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഒരുപാട്, കാരണം ഒത്തിരി അധികം ലെങ്ത് ആയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അതിനൊക്കെ ഞാൻ നിങ്ങളുടെ ക്ഷമ ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടാലേ പറ്റുള്ളൂ. പിന്നെ ഡ്രസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് എൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വരുമാനം കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം എനിക്ക് പുറത്തിറങ്ങി, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കടകളിൽ ജോലിക്ക് പോയി പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല എൻ്റെ ബോഡി. കാരണം ഇപ്പോഴും മരുന്ന് കഴിച്ച് ഹോസ്പിറ്റലിലെ ചെക്കപ്പും കാര്യങ്ങളും റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ വരുമാനം എനിക്കിത് കിട്ടുന്നത് കൊണ്ട് എനിക്ക് ജീവിക്കാനായിട്ട് എനിക്ക് പറ്റും. എനിക്ക് കുഴപ്പമില്ല. ദൈവം സഹായിച്ച് അന്ന് ഞാൻ അപ്പുറത്തെ വീട്ടിൽ വെച്ച് കിടന്ന് കരഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു ചാനൽ തുടങ്ങിയതിൻ്റെ പേരിലൊക്കെ ഒരു വീട് മാറണമെന്നൊക്കെ പറയുമ്പോൾ ഈ 2 മക്കളെയും കൊണ്ട് അല്ല, അവർ തോന്നിയ വഴിക്ക് പോയി ഈ മക്കളെയും കൊണ്ട് ഞാൻ എവിടെ പോകുന്നു ആലോചിച്ച് നോക്കണം. ആ ഒരു അവസ്ഥയിൽ കിടന്നപ്പോഴത്തേക്ക് ദയവായിട്ടാണ് എനിക്ക് ഈ ഒരു വീട് കിട്ടുന്നതും ദൈവത്തിൻ്റെ അടുത്തും ഈ മാതാവിൻ്റെ അടുത്തും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഈ ഒരു മാതാവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. ആ മാതാവിൽ ഒരുപാട് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്നെ ഈ നിമിഷം വരെ എന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാതാവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ. ഞാനില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ കൊച്ചിക്ക് എവിടെ കിടക്കും, ആര് പിടിച്ചണയ്ക്കും, ഇവൻ ആരുണ്ട് എന്നൊക്കെ ഞാൻ ചിന്തിക്കും. അപ്പോൾ അവന് ഒരു വീട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവന് സേഫായിട്ട് അവൻ അവിടെ കിടക്കാമല്ലോ. എൻ്റെ അമ്മ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കിടക്കാൻ ഒരു വീടുണ്ടല്ലോ, ആരും എൻ്റെ കൊച്ചിനെ അടിച്ചിറക്കൂല, പിന്നെ അവന് സ്വന്തമായിട്ട് കിടക്കാനായിട്ടൊരു വീട് കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മനസ്സിനകത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. കാരണം കുറേ നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നടു ഇപ്പോൾ ഏകദേശം കുറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത പരുവത്തിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബ്രസ്റ്റിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആ മുഴയും കാര്യങ്ങളൊക്കെ, അത് മാമോഗ്രാം നമ്മൾ ഒരു 3-4 ചെയ്ത് കഴിഞ്ഞ് ആ 3-4 ചെയ്തതിൽ വേറെ പ്രശ്നമില്ല. പക്ഷേ അത് സർജറി ചെയ്തെടുത്ത് മാറ്റണത് നിൽക്കുക ആളില്ലാത്തതിനെ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ച് പോയാണ് കേട്ടോ. പക്ഷേ അതിപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ള വേദന കാര്യങ്ങൾ പഴയതുപോലുള്ള പ്രശ്നങ്ങളില്ല. അതിപ്പോൾ എനിക്ക് അത്യാവശ്യം എനിക്ക് നല്ല രീതിയിലൊന്ന് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ആ പാടയെ ശ്രദ്ധിക്കുന്നില്ല. വേറെ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ മരുന്നും കാര്യങ്ങളും കഴിക്കുന്നുണ്ട്. മരുന്ന് നമുക്ക് മുടക്കാൻ പറ്റത്തില്ല, കുറച്ച് നാളും കൂടെയൊക്കെ കഴിക്കണം. പിന്നെ വേറെ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മാക്സിമം മറ്റുള്ളവരിലേക്കൊക്കെ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാമേ. പിന്നെ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാം. അപ്പം എൻ്റെ മോൾ എൻ്റെ അടുത്തുനിന്ന് പോയി അവരുടെ അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും അവളെ തെറ്റ് മനസ്സിലാക്കി അവൾ വരട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആരും അവളെ കുറ്റപ്പെടുത്തി എടുക്കുക ഒന്നും ചെയ്യില്ല. ഞാനൊരു അമ്മയാണ്. കാരണം ഞാൻ പ്രസവിച്ച് വളർത്തി ഇത്രയും നാളെ കൊണ്ട് നടന്നതിൻ്റെ മോളാണ്. അപ്പോൾ അവളെ ആരും ഒന്നും പറയുകയോ എടുക്കുകയോ ഒന്നും ചെയ്യല്. അവൾക്ക് ആ ഒരു എന്താ പറയാനായിട്ട് ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു ഏജിൻ്റെ ഒരു ഇതും അല്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞു കൊടുത്ത ഇതും ഒരു ഈഗോ പ്രശ്നത്തിൻ്റെ പേരിൽ അവൾ പോയതാണ്. പിന്നെ അവൾക്ക് എപ്പോഴെങ്കിലും തിരിച്ച് വരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് വരട്ടെ. ദയവ് ചെയ്ത് ഒരു നെഗറ്റീവ് കമൻ്റ് ഇതിനകത്തിട്ട് ചിലപ്പോൾ അവൾ മെസ്സേജ് വായിക്കുന്നുണ്ടായിരിക്കും, വീഡിയോ കാണും, മെസ്സേജ് വായിക്കും, മെസ്സേജ് എല്ലാം എടുത്ത് നോക്കും. അപ്പോൾ അത് അവൾക്കും ഒരു വിഷമം ഉണ്ടാവില്ല. അവൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവൾ പോയതാണല്ലോ, സന്തോഷമായിട്ട് നിൽക്കുക. അപ്പോൾ അവളെ മനസ്സ് വിഷമിക്കേണ്ട. കാരണം എൻ്റെ മക്കളുടെ മനസ്സ് വിഷമിച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം പോയവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എനിക്ക് നൊന്താലും കുഴപ്പമില്ല. എൻ്റെ എന്തെന്ന് പറയാനായിട്ട് എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന ആർക്കും നോവരുത്. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് എത്ര വേണോ നൊന്തോട്ടെ, ഞാൻ എത്ര വേണോ കരയാം, ആർക്ക് വേണോ എന്ത് സഹിക്കും, മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ ചുറ്റിനുള്ളവർക്കോ മറ്റുള്ളവർക്കോ ആർക്കും ഒരു വേദന ഉണ്ടാവരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും നെഗറ്റീവ് കമൻറ്റ് ദയവ് ചെയ്ത് ഇടരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ.